അതുകൊണ്ടാവാം. അതുപോലെ മാസികയിൽ അശ്വതി അയാളെ കുറിച്ച് എഴുതുമോ എന്ന് ഭയന്നായിരിക്കാം. ഭാർഗവനെ കുറിച്ച് അശ്വതി എന്തെഴുതാനാ? ബാബുവിന്റെ തെരുവ് നാടകം, അതുകൊണ്ട് ഭാർഗവനുണ്ടായ വൈരാഗ്യം, തുടർന്നുള്ള ബാബുവിന്റെ മരണം, അശ്വതിയുടെ എതിർപ്പ്, അയാളുടെ രാജി, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതേക്കുറിച്ച് പിന്നെ എന്തെഴുതാനാ? ബാബു ഭാർഗവനെ എതിർക്കാൻ കാരണം എന്താ? അയാൾ അഴിമതിക്കാരനായിരുന്നു. അഴിമതിക്കാര് വേറെയുമില്ലേ? അപ്പൊ ഭാർഗവനെ മാത്രം എതിർക്കാൻ കാരണം എന്താ? അശ്വതി ആത്മഹത്യ ചെയ്തതാണെന്ന് വന്ദന കരുതുന്നുണ്ടോ? ഇല്ല. കൊലപാതകമാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ? വേണം. എങ്കിൽ വന്ദന ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. വന്ദന പറഞ്ഞതുപോലെ ഭാർഗവനെ കുറിച്ച് അശ്വതി എഴുതുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഭാർഗവനെ കുറിച്ച് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി അശ്വതിക്ക് അറിയാമായിരുന്നിരിക്കണം. അശ്വതിക്ക് അറിയാമായിരുന്ന എന്തോ രഹസ്യം വന്ദനയ്ക്കും അറിയാം. പ്ലീസ് ടെൽ us. എനിക്കൊന്നും അറിഞ്ഞൂടാ സർ. അശ്വതി തന്നെ പരസ്യമാക്കാനിരുന്നതല്ലേ, പിന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാലെന്താ? പറയൂ. പ്രതിയോട് കൂറുള്ള ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. സ്വന്തം ഭർത്താവിന്റെയും അടുത്ത കൂട്ടുകാരുടെയും മരണത്തിനിടയാക്കിയ ആളെ അന്വേഷിച്ചിറങ്ങിയ ഞങ്ങളോട് എന്തിനായി ഒളിച്ചുകളി? എന്താ പറയാൻ ഭാവമില്ലേ? അതോ പ്രതിഭാഗത്തെ കൂറുമാറിയോ? സ്വന്തം അനുഭവങ്ങൾ അശ്വതിക്ക് തുറന്നു പറയാം. പക്ഷേ മരിച്ചുപോയ ഒരു സ്നേഹിതയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ... മരിച്ച സ്നേഹിതയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലുതാണോ സ്നേഹിതയെക്കുറിച്ചുള്ള സെന്റിമെന്റ്സും ഓർമ്മകളും? പറയൂ. പറയാം സർ. അശ്വതി സിനിമയിൽ വന്ന കാലം ഞങ്ങളൊരു ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കുളത്തൂപ്പുഴ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയായിരുന്നു. ഒരു തോമസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ ബാബു. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു നിലവിളി ഞാൻ കേട്ടു. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, 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 അകത്ത് അശ്വതി. അവളെ... വന്ദന ഇങ്ങ് വന്നേ. വാ, നീ വന്നേ. വാ പറയട്ടെ.